വളരെ വ്യത്യസ്തമായ രുചിയുള്ള ഒരു സാലഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്യാരറ്റാണ് വേണ്ട. ക്യാരറ്റ് തോലൊക്കെ കളഞ്ഞ് വാഷ് ചെയ്ത ശേഷം നീളത്തിൽ കനം കുറച്ച് ഇതുപോലെ അരിഞ്ഞെടുക്കുക. അതിലേക്ക് നമ്മളൊരു അധികം പുളിയില്ലാത്ത പച്ചമാങ്ങ നീളത്തിൽ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്. ഞാനിവിടെ നല്ല എരിവുള്ളത് കൊണ്ട് തന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മളൊരു മുറി സവോളയും കൂടി എടുത്തിട്ടുണ്ട്. അതും നീളത്തിൽ കനം കുറഞ്ഞ് കട്ട് ചെയ്യുക. 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ്, 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ്, പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒലിവ് ഓയിൽ ഒഴിക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് ഒലിവ് ഓയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ ഇതിലേക്ക് ഹണിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 1.5 ടീസ്പൂൺ അളവിൽ ഹണിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒലിവ് ഓയിൽ ഉള്ളവർ 1 ടീസ്പൂൺ അളവിൽ ഒഴിച്ചോളൂ കേട്ടോ. നന്നായിട്ട് ഇനി ഇതൊന്ന് കൈവച്ചൊന്ന് ഞെരടണം. ആ ഒരു കുരുമുളക് പൊടിൻ്റെ എരിവും ആ ഒരു പച്ചമുളകിൻ്റെ എരിവും മാങ്ങേൻ്റെ പുളിയൊക്കെ എല്ലായിടത്തും ഒന്നാവട്ടെ. നന്നായിട്ട് ഞെരടി നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം ഒരു പിടി വായിൽ കഴിച്ചു നോക്കിയേ. അടിപൊളി സൂപ്പറായിട്ടുള്ള ഒരു സാലഡാണ് കേട്ടോ. ഇതുവരെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു മാങ്ങക്കാലം കഴിയുമ്പോഴത്തേക്കും പുതിയൊരു സാലഡിൻ്റെ റെസിപ്പിയും കൂടി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് ഞങ്ങളെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം.